വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ 4 മണിക്ക് പത്തനംതിട്ടയിൽ ഒരു വാഹനാപകടം നടന്നു. എയർപോർട്ടിൽ നിന്നും പത്തനംതിട്ടയ്ക്ക് വന്ന ഒരു കുടുംബമാണ് ബസ്സുമായി കൂട്ടിയിടിച്ച് തൽക്ഷണം 4 പേര് മരണപ്പെട്ടു. കാറിൽ സഞ്ചരിച്ച 4 പേരാണ് മരണപ്പെട്ടത്. അവർ മല്ലിശ്ശേരി സ്വദേശികളാണ്. മൃതദേഹങ്ങൾ പത്തനംതിട്ട ജില്ലാ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. 3 പേരുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഒരാളുടെ നടന്നുകൊണ്ടിരിക്കുന്നു. തുടർന്നുള്ള കാര്യങ്ങൾ, അതായത് അവരെ സംസ്കരിക്കുന്ന ദിവസം എപ്പോഴാണെന്ന് അറിയത്തില്ല. മരിച്ച ഒരു വ്യക്തിയുടെ സഹോദരി വെളിയ രാജ്യത്ത് എവിടെയാണ് ജോലി ചെയ്യുന്നത്. അവർ വന്നതിന് ശേഷമേ അടക്കം കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. എന്നാൽ 2 പേര് ഈയിടെ വിവാഹം കഴിഞ്ഞവരാണ്. അവർ മലേഷ്യയിൽ എവിടെയോ ട്രിപ്പ് പോയിട്ട് വരുന്ന വഴിയായിരുന്നു. അപ്പനും അമ്മയൊക്കെ പോയി കൂട്ടിക്കൊണ്ട് അവർ ഒരുമിച്ച് കാർ യാത്ര ചെയ്യുകയായിരുന്നു. എന്നാൽ കാർ ഓടിച്ച ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെയാണ് ഹൈദരാബാദിൽ നിന്ന് വന്ന അയ്യപ്പ സംഘം ആ ബസ്സിലാണ് ഇടിച്ചു കയറിയത്. തൽക്ഷണം 4 പേരും അവിടെ മരണപ്പെട്ടതായിട്ടാണ് ഇന്ന് നമുക്ക് പ്രഭാതത്തിൽ കിട്ടിയ അറിവ്. മറ്റ് ശുശ്രൂഷകളൊക്കെ ഇതിന് ശേഷം അറിയിക്കുന്നതായിരിക്കും. മറ്റൊരു വിഷയം, കഴിഞ്ഞ ദിവസം സുഹൃത്തിനൊപ്പം ബൈക്കിൽ സഞ്ചരിച്ച എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി, അതായത് ആന പനമരം പിഴുത് എറിഞ്ഞു. പരിക്കുകളോടെ ആ കുട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ അത് മരണപ്പെട്ടു. ഇന്ന് ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. സംസ്കാര ശുശ്രൂഷകളൊക്കെ ഇപ്പം ഭവനത്തിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. മറ്റൊരു വാർത്ത, അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ച ഒരു വാഹനം, കാറ്, അത് തോട്ടിലേക്ക് മറിഞ്ഞു. നിസ്സാര പരിക്കുകളോടെ അയ്യപ്പന്മാർ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്ത വാർത്തകളുമായി അല്പസമയത്തിനകം വരുന്നതായിരിക്കും.